ഹായ് ഗായ്സ്, ഒറ്റ ദിവസത്തെ വെക്കേഷന് ശേഷം നമ്മളിത് എറണാകുളത്തോട്ട് തിരിച്ചു പോവാണ്. അമ്മയോട് യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. വിഷ്ണുവേട്ടനായാലും ഞാനായാലും ഒരുപാട് എക്സൈറ്റ്മെൻറ്റിലാണ് ഇന്ന് പോകുന്നത്. ബിക്കോസ് നമ്മളിന്ന് പോകുന്നത് വയനാടിൻ്റെ സ്വന്തം പരശുരാം ബസ്സിലാണ്. ഇവരെ സർവീസ് തുടങ്ങിയിട്ട് 1-2 ദിവസങ്ങളേ ആയിട്ടുള്ളൂ. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് എങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ത്രില്ലടിച്ച് അവസാനം ഞങ്ങൾക്ക് വയ്യാതെയായി ഗൈസ്. 7 മണിക്ക് കുന്നംകുളത്ത് എത്തുമെന്ന് പറഞ്ഞതാണ്. നമ്മളിതാ ഏകദേശം 1.5 മണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു. 8:45, 8:30 കഴിഞ്ഞു അവരെന്തായാലും അവിടെ എത്തുമ്പോൾ. തൃശ്ശൂർ വഴി പോകുന്നതാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. പക്ഷേ ഫേസ്ബുക്കിൽ മറ്റും ആഡൊക്കെ കൊടുത്തിട്ടുള്ളത് പറവൂർ വഴി പോകുന്നതാണ്. അങ്ങനെ നമ്മൾ നിന്ന് പക്ഷേ റൂട്ട് അറിയാത്തതിൻ്റെ ഒരു പ്രശ്നം ഇവർക്കുണ്ടായിരുന്നു. ഇവർ ഗുരുവായൂർ വഴിക്ക് തിരിഞ്ഞു. അങ്ങനെ നമ്മൾ തൃശ്ശൂർ റൂട്ടിൽ നിന്ന് ഗുരുവായൂർ റൂട്ടിലേക്ക് നടന്ന് കുറച്ച് ദേഷ്യത്തിലാണ് വന്നതെങ്കിലും ഈ ഫ്രണ്ടിൽ പോകുന്ന ഈ വൈറ്റ് ഷർട്ട് ഇട്ട ചേട്ടൻ പറയാതിരിക്കാൻ വയ്യ, അടിപൊളി സർവീസായിരുന്നു. ആ ചേട്ടൻ്റെ ഫേസ് ആക്ച്വലി ശരിക്കും കാണിക്കാൻ പറ്റിയില്ല. ചേട്ടൻ എന്തെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ താങ്ക് യു സോ മച്ച്. അടിപൊളി സർവീസായിരുന്നു. നമുക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരുന്നു നമ്മൾ ആക്ച്വലി ഇത്രയും നേരം വെയിറ്റ് ചെയ്തതിൻ്റെ. പക്ഷെ ആ ഒരു ഇറിറ്റേഷനെല്ലാം ആ ഒരു ചേട്ടൻ്റെ ചിരി കൊണ്ടും എല്ലാം ആ ചേട്ടൻ മാറ്റിയെടുത്തു എന്നുള്ളതാണ് സത്യം. നമുക്ക് ആക്ച്വലി ഒരു ബോട്ടിൽ ഓഫ് വാട്ടറും അതേപോലെ തന്നെ യൂണിബിക്കിൻ്റെ ചെറിയൊരു പാക്ക് ബിസ്ക്കറ്റും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് നല്ല സ്മൂത്തായിട്ടാണ് നമ്മൾ പോയത്. അങ്ങനെ ഒരു കുലുക്കോ ഒന്നുമില്ലായിരുന്നു. ഇതുപോലെ 2 AC വെൻ്റ് മുകളിലുണ്ട്. അതേപോലെ തന്നെ ലൈറ്റിൻ്റെ സ്വിച്ചസ്, പിന്നെ ഒരു സ്പീക്കർ, പിന്നെ നമ്മുടെ ചാർജിങ് പോർട്ടാണുള്ളത്. ഭയങ്കര കംഫർട്ടായിരുന്നു. നല്ല സുഖമായിട്ട് ഉറങ്ങിപ്പോയി. ഞാനും ഗുരുവായൂർ റോട്ടിൽ നിൽക്കുന്ന വണ്ടി എടുത്തതേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ നല്ലപോലെ ഉറങ്ങി. കളമശ്ശേരി എത്തിയിട്ടാണ് പിന്നെ ഞാൻ ആക്ച്വലി എണീറ്റത് പോലും. അത്രയും സ്മൂത്തായിട്ടാണ് പോയത്. ദെൻ നമ്മൾ എടപ്പള്ളി എത്തി. ഏകദേശം എത്തുമ്പോൾ 10-12 മണിയൊക്കെ ആയി. എടപ്പള്ളി എത്തിയപ്പോൾ അങ്ങനെ ബസ് വൈറ്റിലോട്ട് പോയി. എല്ലാവിധ ആശംസകളും ഇവരുടെ ഒരു ടീമിന് നേരുന്നു. തുടക്കത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഭാവിയിലെല്ലാം ശരിയാവുമെന്നാണ് തോന്നുന്നത്. അത്രേ ഉള്ളൂ. ബൈ.